കൊച്ചി തമ്മനം പുല്ലേപ്പടി റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണിപ്പോൾ. റോഡിൽ വാഴ നട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. റോഡിലെ കുഴി തന്നെയാണ് ഇവിടെയും പ്രശ്നം. സജോ ദേവസ്യ വിവരങ്ങളുമായ സജോ, റോഡിലെ കുഴി വലിയ പ്രശ്നമാണ്. മേയറുടെ ചിത്രം ഒട്ടിച്ച വാഴയാണ് അവിടെ നടുന്നത്. കൊച്ചി നഗരത്തിൽ പലയിടത്തായി കുഴികൾ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യാത്രക്കാർക്ക്. ഇപ്പോൾ തമ്മനം റോഡിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. സജോ ദേവസ്യ, സജോ, ഇപ്പോൾ വാഴ നട്ടുള്ള പ്രതിഷേധം തമ്മനം പുല്ലേപ്പടി റോഡിൽ മേയറെയാണോ കുറ്റപ്പെടുത്തുന്നത്? സ്മൃതി, അതായത് തമ്മനം പുല്ലേപ്പടി റോഡ് കാര്യമായി തകർന്നു കിടക്കുകയാണ്. ഇവിടെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ വാഴ നട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ വലിയ കുഴിയാണ്. അതായത് കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ആ പാത പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. നവീകരിക്കാൻ നടപടിയില്ല എന്നതാണ് ആക്ഷേപം. അതുകൊണ്ട് മേയറെ കുറ്റപ്പെടുത്തി മേയറുടെ ചിത്രമൊക്കെ സ്ഥാപിച്ച വാഴ നട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അതായത് കോർപ്പറേഷനാണ് തീർച്ചയായും തമ്മനം പുല്ലേപ്പടി കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം വളരെ മോശമായി കിടന്നത് കാലങ്ങളായി. ഇതിന് കൗൺസിലടക്കം പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയില്ല. ഇതുപോലെ മാറമാകുന്ന മുമ്പ് ചെറിയ കുഴികളാൽ ചൂണ്ടിക്കാണിച്ചാണ്, എന്നിട്ടും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഷൈന പ്രദർശനം നടത്തിയിട്ടെങ്കിലും കൊച്ചി മേയറിനൊന്ന് കണ്ണ് തുറക്കാൻ പാടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഷൈന പ്രദർശനം നടത്തത്. ഇത് ആയിരക്കണക്കിന് ആൾക്കാർ ഇതുവഴി സഞ്ചരിക്കുന്ന ഡെയിലി. അപ്പോൾ എത്ര പേരാണ് ഒരു ദിവസം വീഴുന്നതെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വണ്ടി പോണ റോഡ്, നടക്കുന്ന റോഡ്, ആർക്കും നടക്കാൻ പറ്റുന്നില്ല, വണ്ടി പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഇതുപോലെ റോഡ്? കൊച്ചിൻ കോർപ്പറേഷന്റെ മേയർ പോയി തൂങ്ങിച്ചാണോ എന്നാണ് പറയുന്നത് ഈ ദിവസത്തിൽ. അതാണ്, അങ്ങനെ MLA അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് താനും. പക്ഷേ ഈ കോർപ്പറേഷൻ അടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ യൂട്ടിലിറ്റി വർക്കുകൾ നടക്കുന്നുണ്ട്. അതായത് പലതരം പൈപ്പ് ലൈനുകൾ അടക്കമുള്ള യൂട്ടിലിറ്റി വർക്കുകൾ ഉണ്ട്. അതിന്റെ ഭാഗമായാണ് പലപ്പോഴും ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നത്. യൂട്ടിലിറ്റിയുടെ ഭാഗമായി പൈപ്പ് ലൈനുകളും മറ്റും സ്ഥാപിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രതിസന്ധിയും ഉണ്ട് എന്നടക്കം കോർപ്പറേഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് ആളുകളെ സംബന്ധിച്ച് വലിയ ദുരിതമുണ്ട് എന്നത് വസ്തുതയാണ്. അതാണ് MLAയുടെ നേതൃത്വത്തിലടക്കം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ കൂടി ഭാഗമാണ് സ്വാഭാവികമായി. പക്ഷേ ആളുകൾക്ക് വലിയ ദുരിതമുണ്ട്. കാരണം നഗരത്തിൽ നിന്ന് ഇപ്പോൾ സ്റ്റേഡിയം ഭാഗത്തേക്ക് പോകുമ്പോൾ അതുവഴിയുള്ള ഗതാഗത കുരുക്കിനെയൊക്കെ മറികടന്ന് വളരെ എളുപ്പത്തിൽ നഗരത്തെ ബൈപ്പാസ് ചെയ്തൊക്കെ പോകാൻ കഴിയുന്ന ഒരു പാതയാണ് തമ്മനം പുല്ലേപ്പടി റോഡ്. അത് പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. പൈപ്പ് ലൈൻ, വിവിധ പദ്ധതികൾക്ക് വേണ്ടി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി കുഴിയെടുത്തു. പിന്നീട് അത് കൃത്യമായി അടയ്ക്കുന്നതിലും പ്രതിസന്ധിയുണ്ടായി. അതാണ് പലയിടത്തും തകർന്നു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. നേരത്തെ കോടതി ഇടപെടലുകൾ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി കാണണം. അത്തരം പ്രതിസന്ധികളൊക്കെ ഇവിടെ ഉണ്ട് താനും. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ദുരിതം, കാരണം വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകും. നമുക്ക് നേരെ എതിർഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അതായത് ഈ ഭാഗത്തുകൂടി വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടാറുണ്ട് മിക്ക സമയത്തും. അതിൻ്റെയും കാരണം ഓരോ കുഴിയും ഇറങ്ങിപ്പോകണം. അതിനൊരു പ്രതിസന്ധി നമുക്ക് കാണാം. നേരെ ആണ് തമ്മനം പുല്ലേപ്പടി റോഡ് എന്നത്. അങ്ങോട്ടേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. അത്തരം സാഹചര്യങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് ഈ കുരുക്ക് വർദ്ധിക്കുന്നു. ആളുകൾക്ക് ഇതുവഴി സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. റോഡിൽ മിക്കയിടങ്ങളിലും കുഴി രൂപപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ശയന പ്രദക്ഷിണം അടക്കം MLAയുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് എത്തിയത് എന്നൊരു കാഴ്ച കൂടിയാണ് കാണുന്നത്. വാഴ നട്ടുകൊണ്ട് മേയർക്കെതിരെയാണ്, മേയറുടെ പടം വാഴയിൽ ഒട്ടിച്ചുകൊണ്ടാണ് റോഡിൽ കുഴിയിൽ വാഴ നട്ടുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത്.